റൈഫിൾ ക്ലബിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എന്തായിരുന്നു? പന്നീനെ വെടിവെച്ചിട്ട് അവര് ഹില്ലിന്റെ മുകളിൽ നിന്ന് ഒരു ഇതിൽ കയറ്റി വിടും, മറ്റേ സിപ്പ് ലൈന്. അത് നമ്മളത് മൂന്നാർ ഒരു സ്ഥലത്ത് പോയി കണ്ട് അതേപോലെ നമ്മൾ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുകയാണ് ചെയ്തത്. ശരിക്കും അത് വയനാട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മള് മുണ്ടക്കയത്ത് ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു എസ്റ്റേറ്റ് ആണ്. പൊളിഞ്ഞു വീഴാറ അവസ്ഥയിൽ വളരെ റിപ്പയറിങ് ലാസ്റ്റ് ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു ഇതാണ്. ചുറ്റുമതിലൊക്കെ പോയി അത് നമുക്കൊരു 55 ദിവസം അവിടെ വർക്ക് ചെയ്യേണ്ടി വന്നു. അതൊരു കാലിയായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ ഫുൾ പ്രോപ്പർട്ടി വെച്ച് ഫില്ല് ചെയ്താണ്. ഫ്രണ്ടൊക്കെ മാറ്റി അതിന് ചെടികൾ വെച്ചു, അതിന് ചുറ്റുമതിലൊക്കെ കെട്ടി, അതിന് കുളം, അങ്ങനെ ഗേറ്റ്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതിന്റെ ഇന്റീരിയറിൽ സീലിംഗ് ഒക്കെ തൊട്ടോടുകൂടി അത് പല സ്ഥലത്തും പൊളിഞ്ഞു വീഴുന്നു. അപ്പൊ നമ്മളത് പുതിയതായിട്ട് നമുക്കനുസരിച്ച് ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ റൂമുകളും ആ ഒരു ക്ലബാക്കി മാറ്റുക ചെയ്ത്. അതിലേക്കുള്ള ഫർണിച്ചർ തപ്പി കുറെ നമ്മൾ ഉണ്ടാക്കി. പിന്നെ എല്ലാ ഫർണിച്ചറും പിന്നെ വെടിവെപ്പിലൊക്കെ തകർന്നു പോകും. റെന്റൽ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തന്നെ മേക്ക് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഈ പൊളിഞ്ഞു പോകുന്നതും ഗ്ലാസും, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു.